4 വയസ്സുകാരനെ പുലി ആക്രമിച്ച മലക്കപ്പാറ വീരാൻകുടിയിലെ ആദിവാസി കുടുംബങ്ങൾ സമരത്തിന്. സർക്കാർ നിശ്ചയിച്ച പുനരധിവാസ പദ്ധതി വനംവക പട്ടിമറിക്കുന്നുവെന്ന് ആരോപിച്ചാണ് പ്രതിഷേധം. 31 കുടുംബങ്ങൾ ചാലക്കുടി DF ഓഫീസിന് മുന്നിൽ ഇന്ന് പ്രതിഷേധ സമരം നടത്തും. പിന്നാലെ മരത്താങ്കോട് കുടിൽ കെട്ടി താമസിക്കാനും ആദിവാസി കുടുംബങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട്. നടരാജ് പരശുരാം വിവരങ്ങൾ നൽകും. നടരാജ്, എന്തൊക്കെ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ഇപ്പോൾ ഇവരുടെ സമരം? എന്ത് തരത്തിലുള്ള അട്ടിമറിയാണ് ഈ പദ്ധതിയിൽ ഉണ്ടായിരിക്കുന്നതെന്ന് ഇവർ പറയുന്നത്? ജൽസി, മലക്കപ്പാറയുടെ ഭീതി നമ്മൾ പലതവണ പങ്കുവച്ചതാണ്. പല ആദിവാസി കുടുംബങ്ങളിലുള്ളവരും വന്യമൃഗങ്ങൾക്കിടയിൽ തങ്ങളുടെ ജീവിതം കയ്യിൽ പിടിച്ചുകൊണ്ടാണ് പലരും ജീവിക്കുന്നത്. അത്തരമൊരു അവസ്ഥ കഴിഞ്ഞ ദിവസം നമുക്ക് റിപ്പോർട്ട് ചെയ്യേണ്ടി വന്നു. 4 വയസ്സുകാരനായ കുട്ടിയെ പുലി ആക്രമിച്ച് കടിച്ചു കൊണ്ടുപോകാൻ ശ്രമിക്കവേ രക്ഷിതാക്കൾ ഉണർന്നപ്പോഴാണ് ആ കുട്ടിയെ ഉപേക്ഷിച്ച് പുലി കടന്നു കളഞ്ഞത്. തലനാരിഴക്കാണ് ആ കുട്ടി രക്ഷപ്പെട്ടതെന്ന് പറയാം. ഇവർ അവിടെ താമസിക്കുന്നത് ഇവർക്കായി പുനരധിവാസ പദ്ധതി നേരത്തെ തുടങ്ങിയിട്ടും അത് അട്ടിമറിക്കപ്പെട്ടതിനാലാണ് എന്നാണ് ഇവർ ആരോപിക്കുന്നത്. നേരത്തെ തന്നെ ഇവരെ മരത്താങ്കുടിയിലേക്ക് മാറ്റാൻ സർക്കാർ തലത്തിലുള്ള നീക്കങ്ങൾ തുടങ്ങിയെങ്കിലും വനഭൂമിയുമായി ബന്ധപ്പെട്ട് വനം വകുപ്പ് ചില എതിർപ്പുകൾ പ്രകടിപ്പിച്ചതിനെ തുടർന്നാണ് പദ്ധതി അനിശ്ചിതത്വത്തിലായിരിക്കുന്നത്. ഈ കാര്യം പലതവണ ചീഫ് സെക്രട്ടറി ഉൾപ്പെടെ ചർച്ച നടത്തിയിട്ടും പരിഹരിക്കപ്പെടുന്നില്ല എന്നാരോപിച്ചാണ് ഇവർ സമരത്തിലേക്ക് പോകുന്നത്. ഇതിന്റെ ഭാഗമായി ഇന്ന് ചാലക്കുടി DFO ഓഫീസിന് മുന്നിൽ ഇവർ കുടിൽ കെട്ടി സമരം നടത്തുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. ഉച്ചയോടുകൂടിയാണ് സമരം ആരംഭിക്കുക. മലക്കപ്പാറയുടെ ഭാഗത്തു നിന്നും ആദിവാസി കോളനിയിൽ നിന്നും ചാലക്കുടിയിൽ എത്താൻ തന്നെ നമുക്കറിയാവുന്നതുപോലെ ഏറെ സമയം വേണ്ടിവരും. രാവിലെ പുറപ്പെട്ട ശേഷം ഉച്ചയോടുകൂടി ഇവർ കുടിൽ കെട്ടി സമരം ആരംഭിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പ്രതീകാത്മകമായി ചാലക്കുടി DF ഓഫീസിന് മുമ്പിലും പിന്നീട് മരത്താങ്കോടിലെ ഇവർ പ്രതീക്ഷിക്കുന്ന ഭൂമിയിലും കുടിൽ കെട്ടി സമരം നടത്തുമെന്നാണ് സമരത്തിന് നേതൃത്വം നൽകുന്നവർ അറിയിച്ചിരിക്കുന്നത്. എന്തായാലും ഏറെക്കാലത്തെ ആവശ്യം നടപ്പിലാക്കി കിട്ടാനാണ് ഇവർ സമരം ചെയ്യുന്നത്. തങ്ങൾക്ക് നൽകാനുള്ള ഭൂമി നൽകാനുള്ള പദ്ധതി അട്ടിമറിക്കാൻ അനുവദിക്കില്ല. ഇക്കാര്യത്തിൽ ചട്ടം സംബന്ധിച്ച് എന്തെങ്കിലും നൂലാമാലകൾ ഉണ്ടെങ്കിൽ അത് പരിഹരിച്ച് ഇത് നടപ്പിലാക്കി തരണം എന്നാണ് ഇവർ ആവശ്യപ്പെടുന്നത്. ഈ ആവശ്യം ഉന്നയിച്ച് തന്നെയാണ് ഇവരുടെ സമരം. ശരി, നടരാജ് പരശുരാമാണ് വിവരങ്ങൾ നൽകിയത്.